ഇത് ചാനൽ വന്ന് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താണ് അവന്റെ പേര്, മാത്യു സാമ. അവൻ അറിയില്ല ഇത് മുസ്ലിങ്ങൾ ആശയപരമായ ശത്രുതയുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായി ജൂതന്മാർക്കെതിരെ നടപടിയെടുത്തതിന്റെ ഒരു ചരിത്രം പലസ്തീനിലെ രക്തച്ചൊരിച്ചൽ മാറ്റി നിർത്തിയാൽ ഉണ്ടായിട്ടില്ല. ആരാണ് ജൂതന്മാരെ കൊന്നുകൊല വിളിച്ചത്? ഇതൊരു പബ്ലിക് വേദിയാണെങ്കിലും ഞാനത് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർക്ക് പോലും തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ഉറച്ചു പറയുന്നു ഉത്തരവാദിത്ത ബോധത്തോടെ, കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ 10,000-കണക്കരായ ജൂതന്മാരെ കൊന്നുകൊല വിളിച്ചത് ക്രൈസ്തവ യൂറോപ്പാണ്. ഹമാസ് ഏകപക്ഷീയമായി ആക്രമിച്ചു. അതുകൊണ്ട് അവര് ഭീകരവാദികളാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സകല രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും പറയുന്നു, ഇല്ല, ചരിത്രം പഠിക്കണം. എന്തുകൊണ്ടാണ് ഹമാസുകൾ ആയുധമെടുക്കേണ്ടി വരുന്നത്? ചെറുമണി കല്ലുകളെ കൊണ്ട് ചീറി വരുന്ന ടാങ്കുകൾക്ക് മുന്നിൽ നെഞ്ചു കാണിച്ചു കൊടുത്ത് അലറി വിളിക്കുന്ന പലസ്തീനിലെ മക്കളുടെ ആ ചരിത്രം നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. പലസ്തീനിൽ ക്രിസ്ത്യാനികളും 2% ഉണ്ട്. അവർ ഇസ്രായേലിന് എതിരാണ്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. കേവലം ഒരു ദിവസത്തിന്റെ ചരിത്രം കൊണ്ടല്ല പാലസ്തീനിന്റെ ചരിത്രത്തെ പഠിക്കേണ്ടത്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ അപങ്കുരമായ രക്തച്ചൊരിച്ചലുകളുടെ ഒഴുക്കുണ്ട്. ഈ ചരിത്രം ചാനൽ ചർച്ചകളുള്ളവർക്ക് അറിയില്ല. ഓരോ സന്ധ്യകളിലും ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് ഇസ്രയേലിന്റെയും പാലസ്തീനിന്റെയും ഈ പോരാട്ടത്തെ ഏകപക്ഷീയമായി വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കപടനിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇസ്രയേലും പ്രശ്നമാണ്, പലസ്തീനിലെ ഹമാസും പ്രശ്നമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനം ചമയ്ക്കുന്ന അന്തിച്ചർച്ചകൾ കണ്ട് അന്തിച്ചു നിൽക്കാതെ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആധിപത്യത്തിൽ വന്ന ആ 2ാം തവണയും ഒരു കരാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെറീക്കോ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കരാറിൽ എഴുതപ്പെട്ടത് ഇസ്ലാമിക ഭരണത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന അവിടുത്തെ പൗരന്മാരായ ക്രിസ്ത്യാനികൾക്ക്, ജൂതന്മാർക്ക് അവരുടെ മതപരമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട്. അവർ രാഷ്ട്രത്തിനെതിരാകുന്ന കാലത്തോളം, ഈ രാഷ്ട്രത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇസ്ലാമിക സേനയോടുകൂടെ മുന്നണി പോരാളികളായി രാജ്യത്തിന്റെ പൗരന്മാർ, അത് ക്രൈസ്തവരാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഉണ്ടാകണമെന്ന് എഴുതി വെച്ചിട്ട് 2 കൊല്ലമല്ല 548 കൊല്ലക്കാലം പലസ്തീനിന്റെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഒരു മനുഷ്യന്റെ പോലും രക്തം ചൊരിയാതെ, ഒരു ജൂതന്റെ പോലും രക്തം ചൊരിയാതെ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ജൂതന്മാർ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണെന്നൊക്കെ വിശ്വസിക്കുമ്പോഴും ഒരു ഭരണീയരെന്ന നിലക്ക് ഒരു ചെറുകല്ല് പോലും പലസ്തീനിന്റെ മണ്ണിൽ ഒരു ജൂതന്റെ മേൽ 548 കൊല്ലക്കാലം വീണിട്ടില്ലായിരുന്നു. ഈ ചരിത്രം ചാനൽ ചർച്ചകളുള്ളവർക്ക് അറിയില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർക്കറിയില്ല. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ ഒഴുകും കുളിരിൽ ജനിച്ചുവല്ലോ ഉണ്ണിയേശു. യഹൂദിയയിലാണ് ജനിച്ചത്. എന്നിട്ട് പോലും വംശീയമായ ഒരു ബന്ധമുണ്ടായിട്ട് പോലും ജൂതന്മാരോട് ക്രൈസ്തവർ ആ കാലഘട്ടത്തിൽ ശത്രുത പുലർത്തി. ഗസ്റ്റനോമോ തോട്ടത്തിൽ അന്ത്യത്താഴം കഴിക്കാൻ വേണ്ടി വന്ന ജീസസ് ക്രൈസ്റ്റിന് ഒറ്റിക്കൊടുത്ത ജൂദാസ് ജൂതനായിരുന്നു എന്ന് മാത്രമല്ല, റോമക്കാർ മുഴുവൻ, റോമൻ രാജാവ് ക്രൈസ്തവ മതം വിശ്വസിച്ചതിന്റെ പേരിൽ റോമക്കാർ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയ ഒരു സംഭവം ഉണ്ടായി. റോമൻ പടയാളികളാണ് വളഞ്ഞു വെച്ചത് ജീസസ് ക്രൈസ്റ്റിന്. അപ്പോൾ മതപരമായി ക്രിസ്ത്യാനികളും ജൂതന്മാരും വലിയ പ്രശ്നത്തിലാണ്. ഇത് മാത്യു സാമുവേലിന് അറിയില്ല. ഇത് ചാനൽ വന്ന് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താണ് അവന്റെ പേര്, കരിമ്പുകാല. അവൻ അറിയില്ല ഇത് മുസ്ലിങ്ങൾ ആശയപരമായ ശത്രുതയുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായി ജൂതന്മാർക്കെതിരെ നടപടിയെടുത്തതിന്റെ ഒരു ചരിത്രം പലസ്തീനിലെ രക്തച്ചൊരിച്ചൽ മാറ്റി നിർത്തിയാൽ ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ വേളയിൽ പശ്ചിമേഷ്യയിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിൻ്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അവരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ തിരിച്ചു വരവ് നടത്തിയ പലസ്തീൻ.
പരിശുദ്ധ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈസന്റലിയൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തി ഇസ്ലാമിക ആധിപത്യത്തിന് കീഴിൽ രണ്ടാമതൊരിക്കൽ കൂടി പലസ്തീൻ വന്ന സന്ദർഭത്തിൽ ജെറൂസലേമിൽ ഖലീഫ നേരിട്ട് വന്ന അധികാരം ഏറ്റെടുക്കണമെന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ജസീറത്തുൽ അറബിൻ്റെ തലസ്ഥാന നഗരമായ മദീനയിൽ നിന്ന് ഒരൊട്ടകപ്പുറത്ത് ഒരു ഭൃത്യനുമായി പലസ്തീനിലെ ജെറൂസലമിലേക്കൊരു യാത്ര പോകുന്നുണ്ട്. ആ യാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെ യാത്ര ചെയ്തവരോട് പറഞ്ഞു, ഊഴം വെച്ച് വേണം നമുക്കങ്ങോട്ട് പോകാൻ. ചിലപ്പോൾ ഞാൻ ഒട്ടകപ്പുറത്തിരിക്കും, നിങ്ങൾ താഴെ നടക്കണം. ദൈർഘ്യമേറിയ യാത്രയിൽ ഒട്ടകത്തിന് ക്ഷീണമില്ലാതിരിക്കാൻ അവരുടെ യാത്രാ സാമഗ്രികൾ വഹിക്കുന്ന വലിയ ഭാരത്തോടെയുള്ള സഞ്ചാരത്തിൽ ഒട്ടകത്തിനൊരു അനായാസത ലഭിക്കാൻ അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ ഇറങ്ങി നടക്കും, ചിലപ്പോൾ ഭൃത്യൻ സഹായി ഒട്ടകപ്പുറത്തിരിക്കും. അങ്ങനെ ഊഴം മാറി മാറി പലസ്തീനിലെ ജെറൂസലമിൽ എത്തിച്ചേരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ് താഴെ നടക്കുന്നത്. കൂടെയുള്ളയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പാത്രിയാർക്കീസുകൾ കാത്തു നിൽക്കുകയാണ്. ക്രൈസ്തവ പൗരോഹിത്യം നിങ്ങളെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് താഴെ നടക്കുക? നീതിയുടെ നിദർശനമായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഊഴമാണ് ഒട്ടകപ്പുറത്തിരിക്കുക എന്നുള്ളത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്ക്. വലിയ ഭരണാധികാരികൾ പണ്ഡിത ശ്രേഷ്ഠർ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിലേക്ക് ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് 30-ലേറെ തുന്നലുകളുള്ള ഒരു കമീസും അണിഞ്ഞ് 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന വിശാലമായ ജസീറത്തുൽ അറബ് എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇന്നും നിലനിൽക്കുന്ന ജെറൂസലേം പള്ളി 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളവൻ അവിടെ പോയി സന്ദർശനം നടത്തുകയുണ്ടായി. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത വിധം 4 ദിവസങ്ങൾക്ക് മുമ്പ് പോകേണ്ടതായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ആ ജെറൂസലേം പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരും. നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ചുറ്റും നോക്കി എവിടെയാണോന്ന് നിസ്കരിക്കുക. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ ചേർച്ച് നിലകൊള്ളുന്നത്, ജെറൂസലേം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പാത്രിയാർക്കീസുകൾ പറയുന്നുണ്ട്, ഈ പള്ളിയുടെ ചെരുവിൽ നിസ്കരിച്ചോളൂ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എവിടെയും നിസ്കരിക്കുന്നതിന് മതപരമായ വിരോധമില്ല, അശുദ്ധമായ സ്ഥലമാകരുത് എന്ന് മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു ആ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിവിടെ നിസ്കരിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ കാലം കുറെ കടന്നുപോയിട്ട് മുസ്ലിങ്ങൾ ഒരുപക്ഷെ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിച്ചാൽ ഇത് ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് അനീതിയാകുമെന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ജെറൂസലേമിലെ ചർച്ചിൽ നിന്റെ പുറത്തുപോയി നിസ്കരിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഓരോ സന്ധ്യകളിലും ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് ഇസ്രയേലിൻ്റെയും പാലസ്തീനിൻ്റെയും ഈ പോരാട്ടത്തെ ഏകപക്ഷീയമായി വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കപടനിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇസ്രയേലും പ്രശ്നമാണ്, പലസ്തീനിലെ ഹമാസും പ്രശ്നമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനം ചമയ്ക്കുന്ന അന്തിച്ചർച്ചകൾ കണ്ട് അന്തിച്ചു നിൽക്കാതെ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പാലസ്തീൻ ഓട്ടോമൻ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിലാണ്, ഫാത്തിമി ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിലാണ്, ഉസ്മാനിയ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിലാണ്, അമവിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കീഴിലാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നിട്ടുണ്ട്, അവിടെ ജൂതന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആധിപത്യത്തിൽ വന്ന ആ 2ാം തവണയും ഒരു കരാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെറീക്കോ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കരാറിൽ എഴുതപ്പെട്ടത് ഇസ്ലാമിക ഭരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന അവിടുത്തെ പൗരന്മാരായ ക്രിസ്ത്യാനികൾക്ക്, ജൂതന്മാർക്ക് അവരുടെ മതപരമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട്. അവർ രാഷ്ട്രത്തിനെതിരാകുന്ന കാലത്തോളം,
ഈ രാഷ്ട്രത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇസ്ലാമിക സേനയോടുകൂടെ മുന്നണി പോരാളികളായി രാജ്യത്തിന്റെ പൗരന്മാർ, അത് ക്രൈസ്തവരാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഉണ്ടാകണമെന്ന് എഴുതി വെച്ചിട്ട് 2 കൊല്ലമല്ല 548 കൊല്ലക്കാലം ഫലസ്തീനിന്റെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഒരു മനുഷ്യന്റെ പോലും രക്തം ചൊരിയാതെ, ഒരു ജൂതന്റെ പോലും രക്തം ചൊരിയാതെ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ജൂതന്മാർ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണെന്നൊക്കെ വിശ്വസിക്കുമ്പോഴും യഹൂദികളെയും നസാറാക്കളെയും നിങ്ങൾ പച്ചവെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന ഖുർആനിന്റെ ആഹ്വാനം ഉണ്ടാകുമ്പോൾ പോലും ഒരു ഭരണീയരെന്ന നിലക്ക് ഒരു ചെറുകല്ല് പോലും ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു ജൂതന്റെ മേൽ 548 കൊല്ലക്കാലം വീണിട്ടില്ലായിരുന്നു. ഈ ചരിത്രം ചാനൽ ചർച്ചകളുള്ളവർക്ക് അറിയില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർക്കറിയില്ല. അവരിപ്പോൾ പറയുന്ന ഹമാസ് അല്ലേ ഇപ്പൊ ആരംഭിച്ചത് എന്ന രൂപത്തിലാണ്. ഹമാസ് അല്ലേ ഇപ്പോൾ ആരംഭിച്ചത്. കേവലം ഒരു ദിവസത്തിന്റെ ചരിത്രം കൊണ്ടല്ല ഫലസ്തീനിന്റെ ചരിത്രത്തെ പഠിക്കേണ്ടത്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ അപങ്കുരമായ രക്തച്ചൊരിച്ചലുകളുടെ ഒഴുക്കുണ്ട്. ആരാണ് ജൂതന്മാരെ കൊന്നുകൊല വിളിച്ചത്? ഇതൊരു പബ്ലിക് വേദിയാണെങ്കിലും ഞാനത് പറയാൻ ശ്രമിക്കുകയാണ്, കാരണം നമ്മുടെ ആൾക്കാർക്ക് പോലും തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ഉറച്ചു പറയുന്നു ഉത്തരവാദിത്ത ബോധത്തോടെ, കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ 10,000-കണക്കരായ ജൂതന്മാരെ കൊന്നുകൊല വിളിച്ചത് ക്രൈസ്തവ യൂറോപ്പാണ്. 1-ാം മഹാലോക യുദ്ധകാലത്ത് ഒരുപാട് ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് എലികളെ പോലെ ചുട്ടുകൊന്നത് ഹിറ്റ്ലറാണ്. അയാൾ എഴുതി വെച്ച, അയാൾ പ്രസംഗിച്ച ഒരു വാചകമുണ്ട്: ഞാൻ എന്തുകൊണ്ട് ജൂതന്മാരെ കൂട്ടക്കശാപ്പിന് വകവരുത്തിയെന്ന് ചരിത്രം എന്നോട് ഒരു പക്ഷേ ചോദിക്കും. ആ ചരിത്രത്തിന്റെ മറുപടി ഞാൻ എൻ്റെ വാക്കുകളിലൂടെയല്ല പറയുന്നത്, ഞാൻ അല്പം ജൂതന്മാരെ ബാക്കി വെക്കുന്നുണ്ട്. ആ ബാക്കി വെക്കുന്ന ജൂതന്മാർ ചരിത്രത്തിൽ നിങ്ങളോട് നേരിട്ട് പറയും എന്തുകൊണ്ടാണ് ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കശാപ്പ് നടത്തിയതെന്ന്. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഹിറ്റ്ലർ പറഞ്ഞ വാക്ക് പിന്നീട് പുലർന്നു. അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ചതി പ്രയോഗിച്ചത് ജൂതന്മാരായിരുന്നു. ജൂതന്മാരുടെ സുവർണകാലം ഏതാണ്? ദ ഗോൾഡൻ ഇറ ഓഫ് ജൂസ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇപ്പൊ ഇരുന്നിട്ട് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. ജൂതന്മാരുടെ സുവർണ കാലഘട്ടം യൂറോപ്പിൽ ഏതാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഡാറ്റ വരുന്നത് സ്പെയിനിലെ ഇസ്ലാമിക ഭരണാധികാരികളുടെ കാലഘട്ടത്തിലാണ് ജൂതന്മാരുടെ സുവർണകാലം. അവരാക്രമിക്കപ്പെട്ടില്ല. 1-ാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ, അതിൻ്റെ മുമ്പ് ജൂതന്മാർ അരക്ഷിതാവസ്ഥയിലായി. പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ആളുകൾ അവരുടെ തന്നെ മതപരമായ ഒരു വിശ്വാസപ്രകാരം അവരുടെ ഭൂമിയാണ് ജെറൂസലം. നോക്കൂ, നൂറ്റാണ്ടുകളോളം ഈ ക്രൈസ്തവരും ജൂതന്മാരും വൻ പോരാട്ടത്തിലായി. അവർ പറയുന്നത്, ക്രിസ്ത്യാനികളും ജൂതന്മാരും പറയുന്നത്, യേശു ക്രിസ്തു ജനിച്ചത് ജൂത കുടുംബത്തിലാണെന്നാണ്. നമ്മുടെ ഈസാ നബിയെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പാടുന്നൊരു പാട്ടുണ്ട്: യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ ഒഴുകും കുളിരിൽ ജനിച്ചുവല്ലോ ഉണ്ണിയേശു. യഹൂദിയയിലാണ് ജനിച്ചത്. എന്നിട്ട് പോലും വംശീയമായ ഒരു ബന്ധമുണ്ടായിട്ട് പോലും ജൂതന്മാരോട് ക്രൈസ്തവർ ആ കാലഘട്ടത്തിൽ ശത്രുത പുലർത്തി. ഗസ്റ്റനോമോ തോട്ടത്തിൽ അന്ത്യത്താഴം കഴിക്കാൻ വേണ്ടി വന്ന ജീസസ് ക്രൈസ്റ്റിന് ഒറ്റിക്കൊടുത്ത ജൂദാസ് ജൂതനായിരുന്നു എന്ന് മാത്രമല്ല, റോമക്കാർ മുഴുവൻ, റോമൻ രാജാവ് ക്രൈസ്തവ മതം വിശ്വസിച്ചതിൻ്റെ പേരിൽ റോമക്കാർ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയ ഒരു സംഭവം ഉണ്ടായി. റോമൻ പടയാളികളാണ് വളഞ്ഞു വെച്ചത് ജീസസ് ക്രൈസ്റ്റിന്. അപ്പോൾ മതപരമായി ക്രിസ്ത്യാനികളും ജൂതന്മാരും വലിയ പ്രശ്നത്തിലാണ്. ഇത് മാത്യു സാമുവേലിന് അറിയില്ല. ഇത് ചാനലിൽ വന്ന് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താണ് അവൻ്റെ പേര്, കരിമ്പുകാല, അവൻ അറിയില്ല ഇത്. മുസ്ലിങ്ങൾ ആശയപരമായ ശത്രുതയുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായി ജൂതന്മാർക്കെതിരെ നടപടിയെടുത്തതിൻ്റെ ഒരു ചരിത്രം
പലസ്തീനിലെ രക്തച്ചൊരിച്ചൽ മാറ്റി നിർത്തിയാൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരിങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ കിടക്കുന്ന സന്ദർഭത്തിൽ അവർ ജെറൂസലേമിലേക്ക് അവർ കടന്നു വരാൻ തുടങ്ങി. അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും അവരുടെ ആത്മകേന്ദ്രമായി കരുതുന്ന നാടാണ് ജെറൂസലേം, പലസ്തീൻ. ചരിത്രം നീണ്ടതാണ്. 948 UN ഒരു കരാറുണ്ടാക്കി. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് കുറച്ച് പ്രദേശം, ജൂതന്മാർക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രം. ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ നടപടിയായിരുന്നു അത്. എന്താണ് സംഭവിച്ചത്? ഇറങ്ങിക്കിടക്കാൻ ഇത്തിരി ഇടം കൊടുത്ത പാലസ്തീനിന്റെ ഭൂമികയിലേക്ക് ഇടിച്ചു കയറി ചതി പ്രയോഗിച്ച ജൂതന്മാർ. പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഇന്ന് നിങ്ങൾ ഭൂപടത്തിൽ മാത്രമേ കാണുകയുള്ളൂ, അല്ലേ? ഞാനവിടെ പോയത് വെസ്റ്റ് ബാങ്ക്, ഗാസ, ജെറൂസലേം, ഇങ്ങനെ 3 ഭാഗങ്ങളായി ചില ഇടങ്ങളാണ്. നമ്മളിവിടുന്ന് വടക്കേക്കാട് പോയി ആ മുഖമൂടി മുക്കിലെത്തുന്നതിൻ്റെ മുമ്പ് അപ്പോൾ ഇസ്രായേൽ തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾ തൊഴിയൂർക്ക് പോകുന്നതിൻ്റെ മുമ്പ് പലസ്തീൻ തുടങ്ങും. അങ്ങനെ ഖണ്ഡമായി മാറി. ഗാസ മുനമ്പിലാണ് ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നത്. പിന്നെ ഒന്നുകൂടി, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ആ ഗോൾഡൻ മിനാരത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കുന്നത്, ഖുദ്ബത്തു സഹ്റയുടെ ഫോട്ടോയാണ് കൊടുക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് വേണ്ടി പോകുമ്പോൾ അന്ന് കുബ്ബയില്ല, അവിടെ കയറി നിന്ന് ആ പാറക്കല്ല് അതിൻ്റെ ഉള്ളിലാട്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ല മസ്ജിദുൽ അഖ്സ. ഇന്ന് ജുമുഅ നിസ്കാരം നടക്കുന്ന മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ബ്ലാക്ക് മിനാരമുള്ളതും മാത്രമല്ല മസ്ജിദുൽ അഖ്സ. അത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് മസ്ജിദുൽ അഖ്സ എന്ന പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ അത് മാത്രമല്ല. ഈ ഖുബ്ബത്തു സഹ്റയും ഇന്ന് ജുമുഅ നമസ്കാരം നടക്കുന്ന പലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയും മാത്രമല്ല, 300 ഏക്കറോളം പരന്നു കിടക്കുന്ന അതിർത്തിക്കുള്ളിൽ ഉള്ളത് മുഴുവൻ മസ്ജിദുൽ അഖ്സ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. നിങ്ങൾ പലസ്തീൻ്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ അത് കാണും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പ്രചരിപ്പിക്കണമെന്ന് പറയാൻ കാരണം, റോമക്കാരുടെ കാലം മുതൽ ഈ ഖുബ്ബത്തു സഹ്റ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ജൂതന്മാരുടെ പ്രധാന ലക്ഷ്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇന്ന് ജുമുഅ നിസ്കരിക്കുന്ന ബ്ലാക്ക് മിനാരമുള്ള പള്ളിയല്ല, ഈ ഖുബ്ബത്തു സഹ്റയാണ്. അത് നമ്മൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് ഞാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഞാനത് പിൻവലിച്ചു. അത് മസ്ജിദുൽ അഖ്സ അല്ല, ഇതാണ് മസ്ജിദുൽ അഖ്സ. ഇത് അപകടം ഉണ്ടാക്കും. അവർ സമീപഭാവിയിൽ മുത്തുനബിയുടെ പദപങ്കജം പതിഞ്ഞ് ഖുബ്ബത്തു സഹ്റ എന്ന് ആ മിനാരം തകർത്താൽ നിങ്ങളും ഞാനും പറയും, ഓ മസ്ജിദുൽ അഖ്സക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ആ മിനാരാണ് തകർത്തത്. എന്നാൽ ഓർക്കുക, ജൂതന്മാരുടെ മനസ്സിലിരിപ്പ് ജുമുഅ നിസ്കരിക്കുന്ന പള്ളിയല്ല, ഈ കുബ്ബ തകർക്കാനാണ്. അതുകൊണ്ട് 300 ഏക്കറുള്ള മുഴുവൻ സ്ഥലവും മസ്ജിദുൽ അഖ്സയായി ഇനി പ്രചരിപ്പിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതുമാത്രമല്ല ഇതും മാത്രമല്ല, 300 ഏക്കറും മൊത്തം മസ്ജിദുൽ അഖ്സയാണ്. അതിലെ ഒരു തരി വിട്ടുതരില്ലെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ചരിത്രത്തിൽ ഇൻതിഫാദയുടെ മക്കൾ, ഹമാസിന്റെ മക്കൾ, പലസ്തീനിന്റെ മക്കൾ, പലസ്തീനിൽ ക്രിസ്ത്യാനികളും 2% ഉണ്ട്, അവർ ഇസ്രായേലിന് എതിരാണ്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ ഹമാസ് ഏകപക്ഷീയമായി ആക്രമിച്ചു, അതുകൊണ്ട് അവർ ഭീകരവാദികളാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സകല രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും പറയുന്നു, ഇല്ല, ചരിത്രം പഠിക്കണം. എന്തുകൊണ്ടാണ് ഹമാസുകൾ ആയുധമെടുക്കേണ്ടി വരുന്നത്? ചെറുമണി കല്ലുകളെ കൊണ്ട് ചീറി വരുന്ന ടാങ്കുകൾക്ക് മുന്നിൽ നെഞ്ചു കാണിച്ചു കൊടുത്ത് അലറി വിളിക്കുന്ന പലസ്തീനിലെ മക്കളുടെ ആ ചരിത്രം നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അള്ളാഹു രക്ഷ കൊടുക്കട്ടെ, അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. വാഖിർ ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.